ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു പാർക്ക് സ്ഥാപിക്കാൻ ആൾക്കാർക്ക് ഇരിക്കാം. ഈ റോഡിന്റെ ഇപ്പുറത്തോട്ട് എയർപോർട്ടാർ എടുക്കില്ലേ? സൈഡിലാണ് റൗണ്ട് ബോട്ടിന്റെ അപ്പുറത്ത് ആ കടയിലാണ്. അതെവിടുത്തെ രജിസ്ട്രേഷൻ വണ്ടി? ജമ്മു കാശ്മീരാ? ഇതിലൊക്കെ ഇതിലടക്കാൻ പറ്റില്ല. അതാ അങ്ങനെ വളഞ്ഞു പോയി അവിടെ പോയി താരകള്ളം കുടിച്ചിട്ട് തിരിച്ചു വരണം. എടാ നീ ആ ഫോണ് ഒന്ന് എടുത്തു നോക്കിയമ്മ. ഫ്രണ്ടിലിരിക്കണ ഒരു ക്യാമറ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അടിക്കും. വീഡിയോ എടുക്കുന്നുണ്ട്. എടാ നീ ഞാൻ ഫോൺ എടുത്ത് എറിഞ്ഞാലോ കേട്ടോ. ആരുടെ കൈ പൊങ്ങി നിൽക്കുന്നത് അറിയാൻ പറ്റില്ല. ഇത് മറ്റേ ക്യാമറയാ, വിവരമില്ലാത്ത ക്യാമറ, യന്ത്രമാണ് അടിക്കുന്നത്. നമുക്ക് എതില് പോണെന്ന് പറഞ്ഞേ? നേരെ പോയി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ല അവിടെ ഉണ്ടല്ലോ നാരങ്ങളും. ഇവിടെയൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇങ്ങനെ വളഞ്ഞ് കാലടിക്ക് പോകുന്ന ഇവിടെയൊക്കെ ഭയങ്കര. അപ്പൊ അവിടെ പോയാലല്ലേ എന്തായാലും അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. എവിടെ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മള് കാലടിന്ന് വരുന്ന ജംഗ്ഷനില്ലേ, ഇവിടുന്ന് തിരിച്ചു പോകണം. കാലിലേക്ക് പോണി നേരെ പോകാൻ പറ്റില്ല. ഇല്ല, പിന്നെ പോയാൽ ഇവിടെ ചെല്ലും. ഇത് അപ്പുറത്തെ റോഡിലേക്ക് കയറും. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഇതിൽ തന്നെ വരാം. നാരങ്ങ കുടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് താമസിറങ്ങിയപ്പോഴായിരുന്നു ബ്ലോക്ക് വന്നാലും ഇവിടെ റൈറ്റിലോട്ട് പോവാം അല്ലേ? തബ്ബിൽ മേടിക്കാൻ ആ ജംഗ്ഷനിൽ കുറെ കടകളുണ്ടല്ലോ. പാർക്കിംഗ് കൊടുത്തിട്ടാണ്. പള്ളിയുടെയാ? 80 രൂപയ്ക്ക് 4 നാരങ്ങ കുടിയോ? എന്നിട്ടാ നമ്മൾ ആ റോഡിലേക്ക് എത്തൂലേ? ഇതില് പോകും. ഇപ്പൊ 100 രൂപ പെട്രോൾ അല്ല 500 രൂപ പെട്രോൾ നമ്മൾ പറയുന്ന ഫുൾ ടാങ്ക് അടിച്ചാൽ പിന്നെ കറങ്ങുന്നുണ്ടാ. ആകെ 4 ലിറ്റർ പെട്രോൾ അടിച്ചേ. ഇവിടുത്തെ ഫ്ലൈറ്റ് എങ്ങനെയുണ്ട്? അതിന് അത് അവൻ്റെ വെക്കലല്ലോ, ബാക്കിയുള്ളവർക്ക് അയക്കല്ലേ. ആ ജംഗ്ഷനായില്ലേടാ? ജംഗ്ഷൻ ആവണു. അതിവിടെ അല്ലേ? ഇവിടെ ഏതെങ്കിലും കടയിൽ നമുക്ക് നാരങ്ങ 2-4 സോഡ. അവിടെ വണ്ടി പാർക്കിംഗ് പറ്റാവോ? വണ്ടി കറക്കി നോക്കിയാലേ ഇതല്ലേ ആ ജംഗ്ഷൻ? എല്ലാം വണ്ടി കിടക്കുന്നുണ്ട്. ഇത് നല്ല കടയാ. ഡ്രസ് കടയാ. നല്ല കടയൊന്നുമില്ല. പോലീസുകാരൻ പട്ടിക്ക് കാവല് കിടാം. ഇവിടെ